ഷിബു പാസ്റ്റർ, വെൽക്കം ടു ദിസ് പ്രോഗ്രാം. വെൽക്കം. താങ്കൾക്ക് വിഷയാവതരണത്തിനായിട്ട് ഷിബു പാസ്റ്റർ ഈ ഗ്രൂപ്പിന്റെ പേരിലും എല്ലാവരുടെ പേരിലും ക്ഷണിക്കുന്നു. താങ്ക് യു അജൻ, താങ്ക് യു ഇക്കാക്ക, താങ്ക് യു ഓൾ മോഡറേറ്റേഴ്സ് ഓഫ് ദിസ് റൂം. എന്നെ കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പ്രാരംഭമായിട്ട് നന്ദി അറിയിക്കുന്നു. ഇത് വളരെ ഉത്തമവും ഉദാത്തവും ആയ ഒരു ഉദ്യമമാണ് ഈ തീവണ്ടി ക്ലബ്ബ് നടത്തുന്നത്. ഒരു വിഷയം ഒരു സ്വീക്കൻസ് ആയിട്ട് അതേ വിഷയത്തിൽ വ്യത്യസ്തമായ വീക്ഷണങ്ങളെ ഒരേ വേദിയിൽ അവതരിപ്പിക്കുക, ചർച്ച ചെയ്യുക എന്നുള്ളത് വളരെ സമഗ്രമായ ഒരറിവ് ആളുകൾക്ക് എല്ലാ വീക്ഷണകോണുകളിൽ നിന്നും കിട്ടുന്നതിന് ഉതകുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു തികച്ചും ഇത്ര നല്ല ഒരു പരിശ്രമത്തെ നടത്തുന്ന ഈ ക്ലബിന്റെ ചുമതലക്കാർക്ക് അഭിനന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ ക്രിസ്ത്യൻ രക്ഷാശാസ്ത്രം സത്യത്തില് ഇവിടെ ഉദ്ദേശിക്കുന്നത് രക്ഷാ വിജ്ഞാനീയം അല്ല, ഭാവികാല വിജ്ഞാനീയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ടൈറ്റിലിൽ എസ്കറ്റോളജി എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എസ്കറ്റോസ് എന്ന് പറഞ്ഞാൽ എൻഡ് എന്നാണ്, ലോജിയ എന്ന് പറഞ്ഞാൽ പഠനം. അപ്പൊ എസ്കറ്റോലോജിയ, അതാണ് എസ്കറ്റോളജി, ഭാവികാല വിജ്ഞാനീയം അഥവാ അന്ത്യകാല വിജ്ഞാനീയം എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കും. ക്രമീകൃത ദൈവശാസ്ത്രത്തിൽ, ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിൽ ഇതിനെ പൊതുവെ തിയോളജി, തിയോസ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ്, തിയോലോജിയ ദൈവവിജ്ഞാനീയം, ദൈവത്തെ സംബന്ധിക്കുന്ന പഠനം. പിന്നെ അതിന് ഉപപിരിവുകളായിട്ട് ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന പഠനം ക്രിസ്തു വിജ്ഞാനീയം എന്ന ഒരു തലക്കെട്ടിൽ വേറെയുണ്ട്. പരിശുദ്ധാത്മ വിജ്ഞാനീയം അത് ന്യൂമാറ്റോളജി, ക്രിസ്തു വിജ്ഞാനീയം ക്രിസ്റ്റോളജി. പിന്നീട് പാപവിജ്ഞാനീയം, പാപത്തെ സംബന്ധിക്കുന്ന പഠനം ഹമാർഷിയോളജി, ഹമാർഷിയ എന്നാണ് ഗ്രീക്കിലെ പാപത്തിന് പറയുന്നത്. രക്ഷാവിജ്ഞാനീയം സോറ്റീരിയോളജിയാണ്. സഭാവിജ്ഞാനീയം എന്ന് പറഞ്ഞാൽ എക്ലീഷിയോളജിയാണ്. ദൂതവിജ്ഞാനീയം, മാലാഖമാരെ പറ്റിയുള്ള പഠനം ഏഞ്ചലോളജി. സാക്രമെന്റോളജി എന്ന് പറയും, കൂദാശകളെ സംബന്ധിക്കുന്ന പഠനം കൗദാശിക വിജ്ഞാനീയം. അപ്പൊ ഇതുപോലെ എസ്കറ്റോളജി എന്ന് പറയുമ്പോൾ അന്ത്യകാല വിജ്ഞാനീയം എന്ന് പറഞ്ഞാൽ അന്ത്യത്തിന്റെ സ്റ്റഡി അബൌട്ട് ദ എൻഡ് ടൈംസ്, അന്ത്യകാലത്തെ സംബന്ധിക്കുന്ന പഠനങ്ങൾ. അപ്പൊ ഈ അന്ത്യകാലത്തെ സംബന്ധിക്കുന്ന പഠനങ്ങളെ ഞാൻ ഈ പറയുന്നത്, ഇത് പാശ്ചാത്യ ദൈവശാസ്ത്രത്തിൽ പ്രൊട്ടസ്റ്റന്റുകാര് ക്രമീകൃത ദൈവശാസ്ത്രം, സിസ്റ്റമാറ്റിക് തിയോളജി, കത്തോലിക്ക സഭ പോലെയുള്ള സഭകൾ അവര് ചർച്ച് ഡോഗ്മാറ്റിക്സ് എന്നാണ് പറയുന്നത്. ഇതിലാണ് ഈ തരംതിരിച്ചുള്ള പഠനം വരുന്നത്. ഈ തരംതിരിച്ചുള്ള പഠനം വരുമ്പോൾ അന്ത്യകാലത്തെ സംബന്ധിക്കുന്ന പഠനങ്ങൾ. അപ്പൊ ഈ അന്ത്യകാലം എപ്പോഴാണ്, എങ്ങനെയാണ്, ഇത് പൊതുവെ ലോകമതങ്ങളിൽ ഇത് രൂപപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രബലമായ ഒരു മതമാണ് ഇസ്ലാം മതം. അപ്പൊ ആ ഇസ്ലാം മതത്തില് ഇത്തരത്തിലുള്ള ഒരു പഠനമുണ്ട്. അവർക്ക് ഭാവിയെ പറ്റി, ഭാവി കാലത്തെ പറ്റി വ്യക്തമായ ഒരു പഠനമുണ്ട്. അപ്പൊ ഈ ഭാവി കാലത്തേക്ക് അവർ നോക്കിയിരിക്കുകയാണ്, അതിലേക്കാണ് അവർ സഞ്ചരിക്കുന്നത്. അവിടെ ഒരുപക്ഷെ ന്യായവിധി കാണും, സ്വർഗം കാണും, നരകം കാണും, ഇങ്ങനെയൊക്കെ കാണും. ഇപ്പൊ ക്രിസ്ത്യാനിറ്റി ജുദായിസത്തിന്റെ പശ്ചാത്തലത്തിലാണ്, ആ ഒരു ജൂവിഷ് ബാക്ക്ഗ്രൗണ്ടിലാണ് രൂപപ്പെട്ടു വരുന്നത്. നമ്മൾ ജുദായിസത്തെ നോക്കുമ്പോൾ ഈ ജുദായിസത്തിന്റെ എബ്രായരിൽ നിന്ന് അത് ഉത്ഭവിച്ചു വരുമ്പോൾ അവരുടെ തിരുവെഴുത്തുകളിലും അവരുടെ വിശ്വാസങ്ങളിലും പാരമ്പര്യങ്ങളിലും പഴയ നിയമ കാലഘട്ടങ്ങളില് ദ ടൈംസ് ഓഫ് പാട്രിയാർക്സ്, അതിനുശേഷം വന്ന പ്രോഫറ്റ്സിന്റെയും ജഡ്ജസിന്റെയും ഒക്കെ കാലഘട്ടങ്ങൾ, ആ കാലഘട്ടങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അവർക്ക് ഒന്നും ഒരു കോമൺ റിസറക്ഷൻ, ഒരു പൊതു പുനരുത്ഥാനം എന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇന്ന് മുസ്ലിങ്ങള്, എന്റെ അറിവിൽ മുസ്ലിങ്ങളും ഒക്കെ വിശ്വസിക്കുന്ന അവസാന കാലത്ത് എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് ഒരു വലിയ ന്യായവിധിയുടെ വലിയൊരു സംഭവം നടക്കുന്നു. കൂടുതൽ
ക്രൈസ്തവരും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. പൊതുവെ ലോകത്തുള്ള ആളുകളൊക്കെ ഈ പ്രബല മതങ്ങൾ ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നത് കൊണ്ട് അവരുടെ മതവിശ്വാസത്തിൽ അങ്ങനെ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ പോലും ഇത് ഇൻഫിൽട്രേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ വിശ്വാസം. അതുകൊണ്ട് പൊതുധാരണ, മനുഷ്യരുടെ ഒരു പൊതുധാരണ ഇങ്ങനെ എല്ലാവരും ഉയർപ്പിച്ചൊരു ന്യായവിധി വരും എന്നുള്ളതാണ്. അപ്പൊ ഒരു എസ്കറ്റോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, ഒരു കോൺസെപ്റ്റ്, അതിനെ ചുറ്റിപ്പറ്റിയാണ് ബാക്കിയുള്ള സിദ്ധാന്തങ്ങളും കഥകളും എല്ലാം വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഈ ഒരു പൊതു പുനരുത്ഥാനം അല്ലെങ്കിൽ കോമൺ റിസറക്ഷൻ, ഒരു വ്യാപകമായ ഒരു പുനരുത്ഥാനം എന്നത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? അത് ഉറപ്പായിട്ടും യഹൂദന്മാരുടെ വിശ്വാസത്തിൽ അങ്ങനെ ഒരു പുനരുത്ഥാനം, ഒരു പൊതുവായിട്ടുള്ള ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നൊരു വിശ്വാസം യഹൂദന്മാർക്കില്ലായിരുന്നു. ഇത് ഏറ്റവും ശക്തമായിട്ടും ഏറ്റവും വ്യക്തമായിട്ടും ഏറ്റവും കൃത്യമായിട്ട് നിർവചിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത മതം സ്വരാഷ്ട്ര മതമാണ്. അപ്പൊ സ്വരാഷ്ട്ര മതത്തിൽ നിന്ന്, അല്ലെങ്കിൽ പേർഷ്യൻ മതത്തിൽ നിന്നാണ് ഈ അന്ത്യകാല ശാരീരിക പുനരുത്ഥാനം എന്ന വിശ്വാസം ഉണ്ടായി വന്നിട്ടുള്ളത്. ഇത് ബാബേൽ പ്രവാസ കാലത്ത്, അതായത് ഇസ്രായേലിനെ ബാബേൽ രാജാവ് കീഴ്പ്പെടുത്തി കഴിഞ്ഞ് അവിടുന്ന് പ്രവാസികളായിട്ട് ഇസ്രായേൽക്കാരെ പിടിച്ചുകൊണ്ടുപോയി. അപ്പൊ ബാബേൽ പ്രവാസത്തിലേക്ക് പോയ ആളുകൾ പിന്നീട് ബാബേലിനെ പേർഷ്യൻ രാജാവ് ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോൾ ഈ ഇസ്രായേൽക്കാർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. അവർക്ക് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകാനുള്ള അനുവാദം കൊടുത്തു. യെരുശലേമിൽ പോയി അവർക്ക് അവരുടെ പട്ടണത്തെ റീബിൽഡ് ചെയ്യാനുള്ള സഹായം കൊടുത്തു. അങ്ങനെ കോരശ് യഹൂദന്മാരുടെ ഒരു വീരപുരുഷനായി. ബൈബിൾ രചയിതാക്കളൊക്കെ അദ്ദേഹത്തെ ദൈവത്തിന്റെ അഭിഷിക്തൻ എന്ന് വരെ വിശേഷിപ്പിച്ചു. കാരണം അത്രയും വലിയൊരു ഉപകാരം അവർക്ക് കിട്ടിയതുകൊണ്ട്. യേശയ്യായുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, കോരശ് എന്റെ അഭിഷിക്തനാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്നൊക്കെ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് സത്യത്തിൽ ഒരു വീരാരാധനയും താരാരാധനയും ഒക്കെ ഈ കോരശിനോട് ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പോൾ രാജാവിന്റെ മതം, രാജാവിന്റെ മതവിശ്വാസങ്ങൾ, അതേപറ്റിയൊക്കെ കൂടുതൽ പഠിക്കുക. നമുക്കൊരാളോട് ആരാധന തോന്നി കഴിയുമ്പോൾ, മമ്മൂട്ടിയോട് ആരാധന തോന്നി അരി കൊണ്ടുള്ള ചോറ് കഴിക്കുന്നത് നിർത്തി ഞവര കൊണ്ട് ചോറ് കഴിക്കാൻ പോയ ഒരാളെ എനിക്കറിയാം. ആരാധനയാണ്. മോഹൻലാലിനോട് ആരാധന തോന്നി ചെരിഞ്ഞു നടക്കുന്നവരുണ്ട്. നമുക്ക് ആ ആരാധന വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിശ്വാസം, അദ്ദേഹത്തിന്റെ വസ്ത്രധാരണ ശൈലി, ഇതൊക്കെ അനുകരിക്കും. അപ്പൊ അങ്ങനെ ഈ പേർഷ്യൻ മതത്തെ അനുകരിക്കുന്ന ആളുകൾ യഹൂദന്മാരുടെ ഇടയിലുണ്ടായി. അവരാണ് പിന്നീട് പാർസികൾ. അവരെ അനുകരിച്ച, ഈ പാർസികളെ അനുകരിച്ച യഹൂദന്മാരാണ് പരീശന്മാർ എന്ന ഒരു ഗ്രൂപ്പായി മാറുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പഴയ നിയമം വായിച്ചാൽ അവിടെ പരീശന്മാരെ കാണത്തില്ല. പഴയ നിയമത്തിൽ ഒരു പുസ്തകത്തിലും പരീശന്മാരില്ല. പുതിയ നിയമം വരുമ്പോൾ ടപ്പെന്ന് പരീശന്മാർ പ്രത്യക്ഷപ്പെടുകയാണ്. എവിടുന്നാണ് ഈ പരീശന്മാർ വന്നത്? അപ്പൊ അത് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ എന്തോ സംഭവിച്ചു. അങ്ങനെയാണ് ഈ ഗ്രൂപ്പ് രൂപപ്പെട്ടത്. അത് പേർഷ്യൻ ഇൻഫ്ലുവൻസ് ആണ്. ആ പേർഷ്യൻ ഇൻഫ്ലുവൻസ് വന്നു കഴിഞ്ഞപ്പോൾ അവരാണ് ഈ ഇത്തരത്തിലുള്ള ഒരു കോമൺ പുനരുത്ഥാനം എന്നൊരു ആശയം ഹോൾഡ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് പരീശന്മാർ പുനരുത്ഥാനം ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ സദൂക്യർ എന്ന് പറയുന്ന വിഭാഗം പുനരുത്ഥാനം ഇല്ല എന്ന് പറയും. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ കാലത്ത് വരുമ്പോൾ പുനരുത്ഥാനം ഉണ്ടെന്നുള്ള ഒരു ഗ്രൂപ്പും പുനരുത്ഥാനം ഇല്ല എന്നുള്ള ഒരു ഗ്രൂപ്പും നിങ്ങൾക്ക് പുതിയ നിയമത്തിൽ കാണാം. അവർ തമ്മിലുള്ള തർക്കങ്ങൾ, മരണശേഷം ആരെ കല്യാണം കഴിക്കും എന്നുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെ രസകരമായ ചർച്ച. അപ്പൊ ഇത് ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലായില്ലെങ്കിൽ, അതുകൊണ്ടാണ് ഈ വിശ്വാസം അങ്ങനെ കടന്നു വന്നതാണ്. അതുകൊണ്ട് ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് പുതിയ നിയമ വായന കൂടുതൽ ആസ്വാദ്യകരമായി നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ അവിടെ പുനരുത്ഥാനം ഉണ്ട്. അപ്പൊ യേശുക്രിസ്തു ഈ പരീശപക്ഷത്ത്, സത്യം പറഞ്ഞാൽ ആരും ഒഫൻഡഡ് ആവേണ്ട ആവശ്യമില്ല. യേശു ഒരു പരീശനായിരുന്നു, പരീശ വിഭാഗത്തിലായിരുന്നു യേശുവിന്റെ സ്റ്റാൻഡ്. ഹി ബിലോങ്സ് ടു ദാറ്റ് ഗ്രൂപ്പ്. സദൂക്യരുടെ ഗ്രൂപ്പിലല്ലായിരുന്നു. യേശുക്രിസ്തുവിന്റെ കാലത്ത് ഈ യഹൂദന്മാര് പല ഗ്രൂപ്പുകളായിരുന്നു. പരീശന്മാർ അവിടെ ഉണ്ടായിരുന്നു, സദൂക്യന്മാർ അവിടെ ഉണ്ടായിരുന്നു. സദൂക്യർ എന്ന് പറഞ്ഞാൽ കത്തോലിക്കരുടെ ബൈബിളിൽ സദുക്കായർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അവർ ക്ഷമിക്കുക, അവർക്ക് അവരുടെ വാക്കതാണ്. സദൂക്യർ എന്ന് പ്രൊട്ടസ്റ്റന്റ് ബൈബിളിലും സദുക്കായർ എന്ന് POC ബൈബിളിലും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കും.
അപ്പോ ഫരിസേയർ എന്നാണ് കാത്തലിക് വേർഷൻ. ഇപ്പൊ ഫരിസേയരും സദുക്കായരും, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വായിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ ആയതുകൊണ്ട് അത് പരീശന്മാരും സദൂക്യരും എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ പരീശന്മാരും സദൂക്യരും, പിന്നെ അവരെ കൂടാതെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന വേറൊരു ഗ്രൂപ്പാണ് യെസീൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ്. യെസീനുകൾ. അവര് വേർപാടുകാരാണ്, സമൂഹത്തിൽ നിന്ന് പുറത്തു പോയി താമസിക്കുന്നവരാണ്. ആളുകൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി പൊതുജന സംസർഗം ഒഴിവാക്കി പരമാവധി ഉൾവലിഞ്ഞ് ജീവിക്കുന്ന, വിശുദ്ധിയും വേർപാടും ഒക്കെ സൂക്ഷിച്ചിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. അവരാണ് എസീനുകൾ. പിന്നെയുള്ള ഒരു ഗ്രൂപ്പാണ് എരിവുകാര് എന്ന് പറയും, എക്സ്ട്രീമിസ്റ്റ്. അത് തീവ്രവാദികളാണ്. സായുധമായിട്ട് റോമിനെ നേരിടണം, അതുകൊണ്ട് നമ്മൾ സായുധമായി സംഘടിക്കണം, ന്യായാധിപന്മാരുടെ കാലത്തെ പോലെ വീരോചിതമായി പോരാടണം എന്നൊക്കെ പറയുന്ന വിപ്ലവകാരികളാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ കാലത്ത് ഇവർ പല ഗ്രൂപ്പുകളായിരുന്നു. പരീശര്, സദൂക്യര്, യസീനുകള്, എരിവുകാര്, പിന്നെ അതുകൂടാതെ ഹെറോദ്യര് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് ഏറ്റവും മേജർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സദൂക്യരും ഫരിസേയരുമാണ്. ഇത് സദൂക്യര് ആയിരുന്നു. യെരുശലേം ദൈവാലയത്തിന്റെ നിയന്ത്രണം സദൂക്യരുടെ കയ്യിലായിരുന്നു. യെരുശലേം ദൈവാലയം നിയന്ത്രിച്ചിരുന്നത് സദൂക്യരായിരുന്നു. പുരോഹിതന്മാരെല്ലാവരും സദൂക്യരായിരുന്നു. പുരോഹിതന്മാർ സദൂക്യ പക്ഷത്തായിരുന്നു. അപ്പൊ അവിടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പുരോഹിതന്മാർക്ക്, യെരുശലേമിൽ ഉണ്ടായിരുന്ന പുരോഹിതന്മാർക്ക് പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ലായിരുന്നു. ആ പുരോഹിതന്മാർക്ക് ഇങ്ങനെയുള്ള അനുഭൂതികളിൽ വിശ്വാസമില്ലായിരുന്നു, വെളിപ്പാടുകളിൽ വിശ്വാസമില്ല, ഒരു ദൂതൻ പ്രത്യക്ഷപ്പെടുമെന്നൊന്നും അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നുമില്ല. പരീശന്മാർക്കായിരുന്നു അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ. മാലാഖ പ്രത്യക്ഷപ്പെടാം, ദർശനമുണ്ടാകാം, വെളിപ്പാടുണ്ടാകാം, അത്ഭുതങ്ങൾ സംഭവിക്കാം, ഇങ്ങനെ മരിച്ചാൽ പുനരുത്ഥാനം ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസം വെച്ചു പുലർത്തിയിരുന്ന ഗ്രൂപ്പ് പരീശരായിരുന്നു. ദൗർഭാഗ്യവശാൽ ഒരു പുരോഹിതനും അങ്ങനത്തെ വിശ്വാസം ഇല്ലായിരുന്നു. പുരോഹിതന്മാർ ദൈവാലയ നടത്തിപ്പായിരുന്നു. ഇപ്പോഴാണ് നിങ്ങൾ യേശുക്രിസ്തുവിന്റെ കാലത്തെ പശ്ചാത്തലം മനസ്സിലാക്കേണ്ടത്. അത്രയും വലിയ ഒരു ദൈവാലയത്തിന്റെ നടത്തിപ്പുകാർക്ക് ഇത്തരത്തിലുള്ള ഒരു വിശ്വാസവുമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള വിശ്വാസം വെച്ചു പുലർത്തുന്ന പരീശന്മാർ, അവർക്ക് ദൈവാലയത്തിൽ സ്വാധീനമില്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു? ദേശം മുഴുവൻ ചെറിയ ചെറിയ, ഇന്നത്തെ മാതൃകയിൽ ഈ പെന്തക്കോസ്തുകാർ ഹോള് വെക്കുന്നു എന്ന് പറയുന്ന പോലെയുള്ള ചെറിയ ചെറിയ പ്രാർത്ഥനാലയങ്ങൾ അവർക്ക് കൂടി വരാനും തിരുവെഴുത്തുകൾ വായിക്കാനും പ്രസംഗിക്കാനും പ്രത്യാശയെ ഉണർത്താനും ഒക്കെ വേണ്ടി അവര് ദേശത്ത് വേറെ ചില പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി. അതിനെയാണ് സിനഗോഗുകൾ എന്ന് വിളിക്കപ്പെടുന്നത്. സിനഗോഗുകൾ, അത് പള്ളികൾ. ഇപ്പൊ യേശുക്രിസ്തു ഒക്കെ യെരുശലേം ദൈവാലയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതുവഴിയൊക്കെ കറങ്ങി നടക്കാം, പുറത്തൂടെയൊക്കെ നടക്കാം എന്നുള്ളതേ ഉള്ളൂ. സിനഗോഗുകളിലാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഇപ്പൊ യെരുശലേമിൽ ചെല്ലും, കാരണം അവരുടെ ഒരു സ്ഥലമാണ്, മീറ്റിംഗ് പ്ലേസ്. അപ്പൊ യെരുശലേം ദൈവാലയത്തിനകത്ത് തന്നെ പല സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഓരോ ഗ്രൂപ്പാണ്. റാബിനിക്ക് മതമായിട്ട് ഓരോ റബിമാർക്കും കുറച്ച് ആളുകൾ അവരുടെ ശിഷ്യന്മാരായിട്ടുണ്ട്. ഈ റബി പഠിപ്പിക്കും, ആ ശിഷ്യന്മാർ കേൾക്കും. അപ്പൊ ഓരോ സ്കൂൾസ് ആണ്. അപ്പൊ യേശു ഒരു റബിയായി മാറിയപ്പോൾ സ്വാഭാവികമായിട്ട് യേശുവിന്റെ ഒരു ഫാൻ ഫോളോവിങ്ങും ഡിസൈപ്പിൾ ഗ്രൂപ്പും ഒക്കെ ഉണ്ട്. അവരെല്ലാം കൂടെ യേശു ചെല്ലുമ്പോൾ യേശുവിന്റെ ചുറ്റുമാണ് കൂടുന്നത്. ഇങ്ങനെ യേശുക്രിസ്തുവും ശിഷ്യന്മാരും പതിവായിട്ട് യെരുശലേമിൽ ഇരുന്നിരുന്ന സ്ഥലം, നമ്മൾ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഓരോ ഗ്രൂപ്പുണ്ട് സന്ധ്യയ്ക്ക് വരുന്നത്. അവര് ചിലർ പ്ലാവിന്റെ ചുവട്ടിലിരിക്കും, ചിലർ അപ്പുറം മാവിന്റെ ചുവട്ടിലിരിക്കും, പുളിയുടെ ചുവട്ടിലിരിക്കുന്നവരുണ്ട്, ആലിന്റെ ചുവട്ടിലിരിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഒരു ഗ്രൂപ്പുകളുണ്ട്, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ട്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ഗ്രൂപ്പ് പതിവായിട്ടിരുന്നിരുന്ന സ്ഥലം സോളമന്റെ മണ്ഡപം, സോളമന്റെ മണ്ഡപത്തിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ബൈബിളിൽ സോളമന്റെ മണ്ഡപത്തിൽ ഉലാത്തിക്കൊണ്ടിരുന്നപ്പോൾ, സോളമന്റെ മണ്ഡലത്തിൽ ഇരുന്നപ്പോൾ, ഇതൊക്കെ ഈ പുറത്തിങ്ങനെ ഇരിക്കാൻ വേണ്ടി പണിതിരിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഈ ഹജ്ജിന്റെ ഒക്കെ വീഡിയോ കാണും പറയാം, അവിടെ ഇങ്ങനെ പല മണ്ഡപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആളുകൾക്ക് വിശ്രമിക്കാൻ. അപ്പൊ അതുപോലെയുള്ളൊരു സ്ഥലത്താണ് എന്നാൽ ഇവര് സിനഗോഗുകളിൽ ചെല്ലുമ്പോൾ അവിടെ തിരുവെഴുത്തുകൾ വായിക്കുകയും അത് വ്യാഖ്യാനിക്കുകയും തിരുവെഴുത്തുകൾ അധിഷ്ഠിതമാക്കി പ്രസംഗിക്കുകയും ആളുകളെ പ്രത്യാശാഭരിതരാക്കി നിർത്തുകയും ഒക്കെ ചെയ്തു. ഇത് കൂടുതലും പരീശന്മാരുടെ ഒരു പരിപാടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, യേശു കൃത്യമായിട്ട് ആ ഗ്രൂപ്പിലായിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ചില ആളുകൾക്കെങ്കിലും ഇത് ഒഫൻഡഡ് ആകാൻ സാധ്യതയുണ്ട്. പക്ഷെ യേശു ആ ഗ്രൂപ്പിലായിരുന്നു, ഒരിക്കലും സദൂക്യനല്ലായിരുന്നു, പരീശനായിരുന്നു. അപ്പൊ ഈ പരീശന്മാരുടെ ഇടയ്ക്കായിരുന്നു ഇത്തരത്തിലുള്ള വിശ്വാസം. അത് ഞാൻ പറഞ്ഞു വന്നത് ആ പേർഷ്യൻ മതത്തിന്റെ ഒരു പശ്ചാത്തലമാണ്.
യേശുക്രിസ്തു ജനിച്ചപ്പോ കാഴ്ചകൾ അർപ്പിക്കുവാനും വണങ്ങുവാനും ദൂരദേശത്ത് നിന്ന് വന്ന ജ്ഞാനികൾ, മജൈസ് എന്ന് പറയുന്ന, നമ്മൾ ഈ മാഗി എന്നൊക്കെ പറഞ്ഞ നൂഡിൽസ് ഉണ്ട്, അപ്പം മജൈസ് എന്ന് പറയുന്ന മന്ത്രവാദികൾ, പേർഷ്യൻ മന്ത്രവാദികളാണ്. പേർഷ്യൻ മതത്തിന്റെ പുരോഹിതന്മാരും ദർശകരുമാണ് യേശുവിനെ കാണാൻ വന്നത്. അതായത് യേശു ജനിക്കുമ്പോ പാർസി മതത്തിൽ അവർ പ്രതീക്ഷിച്ചിരുന്ന ലോകരക്ഷകനാണ് ജനിച്ചത്. അതുകൊണ്ട് പാർസി മതത്തിന്റെ അഭിവാദനം അറിയിക്കുവാൻ വേണ്ടി പാർസി മതക്കാരാണ് വന്ന് യേശുവിനെ കണ്ട് വണങ്ങി കാഴ്ച അർപ്പിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കണം. അവർക്കാണ് ഇതിനെപ്പറ്റി നക്ഷത്രം കണ്ടത്, അവർക്കാണ് വെളിപ്പാടുണ്ടായത്. പിന്നീട് യേശുക്രിസ്തു പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ, താൻ പ്രസംഗിച്ചു വരുമ്പോ നിത്യമായ രക്ഷയെ സംബന്ധിക്കും ഉയർപ്പിനെ സംബന്ധിച്ചും ഒക്കെ പ്രസംഗിക്കുന്നുണ്ട്. അനേക പരാമർശങ്ങളുണ്ട്. കല്ലറകളിലുള്ളവർ മനുഷ്യപുത്രന്റെ സ്വരം കേൾക്കുകയും സ്വരം കേൾക്കുന്നവർ ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്യും. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ്. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കല്ലറയിൽ ഇരിക്കുന്ന ലാസറിനെ മനുഷ്യപുത്രന്റെ സ്വരം ഉണർത്തി ഉയർത്തി എഴുന്നേൽപ്പിക്കുന്നത് കാണുകയാണ്. അപ്പൊ അവിടെ രസകരമായ സംഭാഷണം അന്തരിച്ച ലാസറിന്റെ സഹോദരിയുമായിട്ട് യേശുക്രിസ്തു നടത്തുന്നുണ്ട്. മാർത്ത എന്ന് പറയുന്ന സഹോദരി പറയുന്നുണ്ട്, കർത്താവ്, ഉവ്വ് ഞാൻ അറിയുന്നു, ഒടുക്കത്തെ നാളിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പം അന്ത്യകാലത്ത് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും എന്നുള്ള വിശ്വാസം പരീശന്മാരുടെ പ്രബോധനത്തിൽ നിന്ന് അവർക്ക് കുടുംബപരമായിട്ട് കിട്ടിയിരിക്കുന്ന ആ ധാരണയിലൂടെ ഈ മാർത്ത എന്ന പെൺകുട്ടി പറയുകയാണ്, കർത്താവ്, ഞാൻ യേശുക്രിസ്തു പറയുന്നത്, ഞാൻ തന്നെയാകുന്നു പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. അപ്പം നിത്യമായ ഒരു ജീവിതത്തെ കുറിച്ച് കർത്താവ് വാഗ്ദത്തം കൊടുക്കുകയാണ്. ഇവിടെയാണ് യേശുക്രിസ്തുവിന്റെ ടീച്ചിങ്. അപ്പൊ യേശുക്രിസ്തു ആരാണ് എന്നുള്ള ഒരു ചോദ്യമാണ്. യേശുക്രിസ്തു ആരാണ്? കേവലം ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സൺ ആയിരുന്നു, അദ്ദേഹം ഒരു നവീകരണ കർത്താവായിരുന്നു, റിഫോർമിസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ റിവൈവലിസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു വിപ്ലവകാരിയായിരുന്നു. ഇങ്ങനെ പല വേർഷൻസ് ഉണ്ട്. ചില ആളുകൾ പറയും അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരു പയ്യൻ വിളിച്ച് സംസാരിച്ചു. അപ്പൊ അദ്ദേഹത്തിന് യേശുക്രിസ്തുവിനെ പറ്റി അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഈ യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ ഒന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു, ഒരു നല്ല മനുഷ്യനായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ നല്ല മനുഷ്യൻ എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നികുതി വെട്ടിക്കാത്ത, മദ്യപിക്കാത്ത, എന്താണ് ഈ നല്ല മനുഷ്യന്റെ ഒരു ഡെഫിനിഷൻ? തന്റെ ജീവിതകാലം മുഴുവൻ തന്റെ ശ്രോതാക്കളെ അയഥാർത്ഥമായ വസ്തുതകൾ പറഞ്ഞ് നുണ പറഞ്ഞ് വഞ്ചിച്ച ഒരാളെ നല്ല മനുഷ്യൻ വിളിക്കാൻ പറ്റുമോ? ചതിയനല്ലേ? അപ്പൊ പയ്യൻ കുഴഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് യേശു നല്ലവനാന്ന്, പക്ഷെ ഇങ്ങനെ ഇത്രയും നുണ പറഞ്ഞ് ഇത്രയും ഗൗരവതരമായ നുണകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ നിങ്ങൾ അയാളെ നല്ലവൻ എന്ന് പറയുന്നത്? ഒന്നുകിൽ ആ നല്ലവനാണെങ്കിൽ അയാൾ പറഞ്ഞത് സത്യമാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ അവൻ നല്ലവനാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ഞാൻ യേശു നല്ലവൻ എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞതിനെ സർവാത്മന അംഗീകരിച്ചും അതിനെ ഉൾക്കൊണ്ടുമാണ് ഞാൻ യേശു നല്ലവൻ എന്ന് പറയുന്നത്. അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞതാണ് നിത്യമായ ജീവനെ കുറിച്ചുള്ള വാഗ്ദത്തം. ഇത് മനുഷ്യവർഗത്തിന്റെ എല്ലാ കാലത്തെയും ഒരു പ്രശ്നമാണ്, മരണം എന്ന ഒരു പ്രശ്നം. മരണമുള്ളിടത്തോളം കാലം ഈ മതവിശ്വാസങ്ങളൊക്കെ നിലനിൽക്കും എന്ന് പറയുന്നത് കൊണ്ടാണ്. കാരണം മരണം ഒരു വലിയ പ്രതിസന്ധിയാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ജരാനരകൾ ബാധിക്കുക, വാർദ്ധക്യം വരിക, മരിക്കുക, ഇതെല്ലാ കാലത്തും മനുഷ്യനെ അലട്ടിയിരുന്നതാണ്. പിന്നെ അതിൽ നിന്ന് യൗവനകാലത്ത് വിസ്മൃതി ഉണ്ടാകുകയാണ്. നമ്മൾ ഈ കാറിലൊക്കെ പോകുമ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടെന്ന് പറയും, ചിലത് കാണാൻ പറ്റുന്നില്ല. തൊട്ടടുത്ത് ഇന്നലെ കണ്ടൊരു ബസിന്റെ മുമ്പിൽ കൂടെ ഒരു സ്ത്രീ നടന്നു പോകുമ്പോൾ ഡ്രൈവർ കാണുന്നില്ല, വണ്ടി എടുക്കുന്നു. കേരളത്തിലാണ്. ആ സ്ത്രീ മരിച്ചു പോകുന്നു തൽക്ഷണം. അപ്പൊ ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത ഇടങ്ങൾ, ശ്രദ്ധിക്കാത്ത സ്ഥലങ്ങൾ.
ബ്ലൈൻഡ് സ്പോട്ടിലേക്ക് മിററുകൾ വെച്ച് നോക്കുമ്പോഴാണ് ആ ബ്ലൈൻഡ് സ്പോട്ടിലെ ഒബ്ജക്ട്സിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാത്ത, വിശേഷിച്ച് യൗവനത്തിൽ ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കാത്ത ഒന്നാണ് മരണം എന്ന യാഥാർത്ഥ്യം. പലപ്പോഴും മരണത്തെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്ന രോഗികളാകുമ്പോഴോ വാർദ്ധക്യം വരുമ്പോഴോ ആണ്. അതിന്റെ യൗവന കാലത്ത് നീ അത് ഓർക്കണം എന്നാണ് ശലോമോൻ രാജാവ് പറയുന്നത്. അപ്പൊ ഇതാണ് മതവിശ്വാസത്തിന്റെ അല്ലെ ഈശ്വര വിശ്വാസത്തിന്റെ ഒരടിസ്ഥാനം. അപ്പൊ എങ്ങനെയാണ് ഈ മരണത്തിൽ നിന്ന് ഒരു മോചനം സാധ്യമാവുക? അപ്പൊ പുരാതന കാലം തൊട്ട് ഋഷീശ്വരന്മാരുടെ പ്രാർത്ഥനയിലും മൃത്യോർമ അമൃതം ഗമയ എന്നവർ പ്രാർത്ഥിക്കുന്നുണ്ട്. മരണത്തിൽ നിന്ന് ഞങ്ങളെ മരണമില്ലായ്മയിലേക്ക് നയിക്കണമേ. അമരത്വത്തെ പ്രാപിക്കുവാൻ വേണ്ടി ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി മഥനം ചെയ്ത് കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഹൈന്ദവന്റേതായാലും ക്രൈസ്തവന്റേതായാലും മുസ്ലിമിൻ്റെതായാലും മരണം അവർക്കൊരു പ്രതിസന്ധിയാണ്. മരണത്തെ അതിജീവിക്കുക. മതങ്ങളെല്ലാം വാഗ്ദത്തം കൊടുക്കുന്നതും മരണത്തെ അതിജീവിക്കുവാനും അതിജീവിച്ച് ചെല്ലുന്ന സ്ഥലത്ത് സുഖകരമായ താമസം ഉറപ്പിക്കുവാനും ഒക്കെയുള്ള പ്രോമിസസ് ആണ് മതങ്ങൾ കൊടുക്കുന്നത്. ഇവിടെയാണ് നമ്മൾ യേശുക്രിസ്തുവിന്റെ പ്രബോധനങ്ങളും, യേശുക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ പ്രബോധനങ്ങളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ഹാൻഡ് ഡൗൺ ആയിട്ട് അല്ലെങ്കിൽ റിട്ടേൺ ഫോമിൽ കിട്ടിയിട്ടുള്ളത് ഈ സുവിശേഷങ്ങളിലുള്ളതാണ്. അതും പിന്നീട് അപ്പോസ്തലന്മാരുടെ ചില റൈറ്റിംഗ്സും ഇത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ അടിസ്ഥാനത്തിൽ പല വിഭാഗക്കാരും പല ഉപദേശങ്ങളെ പറഞ്ഞു വരുത്തുന്നുണ്ട്. അപ്പൊ അന്ത്യകാലം എന്ന് പറയുന്ന ആ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. അന്ത്യകാലം എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ കുറെ സ്ഥലത്ത് നമ്മൾ ഈ അന്ത്യകാലം കാണുന്നുണ്ട്, എൻഡ് ടൈം എന്ന് കാണുന്നുണ്ട്. എന്താണ് ആ ടൈം, എന്താണ് ആ എൻഡ് എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ കാണുന്ന ഭൂരിപക്ഷം സ്ഥലങ്ങളിലും അന്ത്യകാലം എന്ന് പറയുന്നത് ഇത് അന്ത്യകാലമാകുന്നു എന്നാണ് പെന്തക്കോസ്താളിൽ പത്രോസ്ലീഹ പ്രസംഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പത്രോസ്ലീഹ പ്രസംഗിച്ച ആ കാലമാണ് അന്ത്യകാലം. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിക്കുന്നത് സമയം പൂർത്തിയായിരിക്കുന്നു, ടൈം ഈസ് അറ്റ് ഹാൻഡ്, കാലം സമീപിച്ചിരിക്കുന്നു, ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പൊ എന്തായിരുന്നു അവർ പ്രസംഗിച്ചത്? അവർ പ്രസംഗിച്ചത് മനുഷ്യർക്ക് ഒരിക്കലും മെച്ചമായ രീതിയിൽ ജീവിക്കുവാൻ കഴിയാത്ത, പൂർണ്ണമായ മനസാക്ഷിയിൽ സമാധാനം കിട്ടാത്ത, അവർ ആചരിച്ചു പോന്ന ഗുണീകരണ നിയമങ്ങളും അവർ നടത്തിപ്പോന്നിരുന്ന യാഗങ്ങളും കർമ്മങ്ങളും ശിക്ഷാ നടപടികളും ഇതുമെല്ലാം വെച്ചിട്ടുള്ള ആ ന്യായപ്രമാണത്തിന്റെ ആ ഒരു യുഗത്തിൽ നിന്ന് മനുഷ്യർ കുറെ കൂടെ സ്വാതന്ത്ര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും നീതി വസിക്കുന്ന ഒരു ലോകത്തിലേക്ക് എലിവേറ്റ് ചെയ്യപ്പെടുന്ന കാലം സമാഗതമായിരിക്കുന്നു. അപ്പൊ ക്രൂരമായ ഗോത്രീയമായ നിയമവ്യവസ്ഥകളിൽ നിന്ന് മാനവ രാശിയെ സമഗ്രമായ സമ്പൂർണമായ സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും വെളിച്ചത്തിന്റെയുമായ ഒരു രാജ്യത്തിലേക്ക് വഴികാട്ടുവാൻ, നയിക്കുവാനാണ് ക്രിസ്തു വന്നത്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആഗമനോദ്ദേശം അതാണ്. നമ്മൾ വേൾഡ് ഹിസ്റ്ററി മുഴുവനായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ആ ക്രിസ്തുവിന്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് മനസ്സിലാവും. ക്രിസ്തു വന്നിട്ട് പറയുന്നത്, ആ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഈ ഭാവിയിൽ ഒരു രാജ്യം എങ്ങനെയാണ് ഗോത്രീയമായ വിവേചനത്തിന്റെയും അടിച്ചമർത്തലുകളുടെയും ഒക്കെ കാലത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, നീതി, സമാധാനം, സമത്വം, ദയ, ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ വർദ്ധിക്കുന്ന ഒരു രാജ്യം അതിന്നും യാഥാർത്ഥ്യമായിട്ടില്ല. അപ്പൊ പൂർണ്ണമായ അളവിൽ സ്നേഹവും സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു രാജ്യമാണ് വേണ്ടതെന്നും അതാണ് ദൈവരാജ്യമെന്നും ക്രിസ്തു പ്രസംഗിച്ചു. അപ്പോസ്തലന്മാർ തുടർന്ന് ആ ആശയത്തെ പ്രചരിപ്പിച്ചു. ഈ ആശയത്തെ കൂടുതൽ സമ്പുഷ്ടമാക്കി അവതരിപ്പിച്ചത് യേശുക്രിസ്തുവിന്റെ പിൽക്കാലത്ത് ശിഷ്യനായി വന്ന പൗലോസ്ലീഹയാണ്. ഇതാണ് പുതിയ നിയമത്തിന്റെ ഇതിവൃത്തം. അപ്പോൾ അവിടെ അന്ത്യകാലം എന്ന് പറയുന്നത് ആ ന്യായപ്രമാണ കാലഘട്ടത്തിന്റെ അന്ത്യമാണ്. ന്യായപ്രമാണ കാലഘട്ടത്തെ അവസാനിപ്പിച്ചിട്ട് ആ ഗോത്രീയമായ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള അതിനെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ പുതിയ നിയമത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന അന്ത്യകാലം എന്ന് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ന്യായപ്രമാണത്തിന്റെ അവസാനവും ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമായി തീർന്നു എന്നാണ് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ന്യായപ്രമാണത്തിന്റെ അവസാനത്തിന്റെയും ന്യായപ്രമാണത്തിന്റെ ദൃശ്യപ്രതീകമായി നിലനിന്നിരുന്ന യെരുശലേം ദൈവാലയത്തിന്റെ തിരോധാനത്തെയും കുറിച്ചാണ്
അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ആ രൂപത്തിൽ അന്ന് AD 70 ജെറുസലേം ദൈവാലയം തകർക്കപ്പെടുകയും സമ്പൂർണമായി ജുദായിസത്തിന്റെ അവശേഷിപ്പുകളും എല്ലാ അടയാളപ്പെടുത്തലുകളും മായ്ച്ചു കളയപ്പെടുകയും ചെയ്തു. ഇതാണ് ആ അന്ത്യകാലം. അതിനെ സംബന്ധിക്കുന്ന ധാരാളം പ്രവചനങ്ങളും അതിനെ സംബന്ധിക്കുന്ന പരാമർശങ്ങളും പുതിയ നിയമത്തിൽ കാണാം. എന്നാൽ ദൗർഭാഗ്യകരമായിട്ട് ഈ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പഴയ കാലഘട്ടത്തിൽ പ്രസംഗിക്കപ്പെടാതിരുന്ന പലതും ബൈബിളിലെ വാക്യങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് പ്രസംഗിക്കുവാൻ തുടങ്ങി. അപ്പോൾ 1500 വർഷം മുമ്പ് ഫുൾഫില്ലായി പോയ കാര്യങ്ങൾ പോലും ഇനിയും ഫുൾഫിൽ ആകാനുണ്ട് എന്ന രൂപത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങി. അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന എസ്കറ്റോളജി എന്ന ആ ശാസ്ത്രശാഖയുടെ ഉത്ഭവം. ഈ എസ്കറ്റോളജി എങ്ങനെയാണ് വരുന്നത്? ഇനിയും ഇതെല്ലാം സംഭവിക്കുക, അതായത് ഒരിക്കൽ സംഭവിച്ച് ഒഴിഞ്ഞു പോയ ഏറ്റവും ചെറിയൊരു ഉദാഹരണം ഞാൻ തീരെ നൊവീസായി നിൽക്കുന്ന ആളുകളുടെ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നിങ്ങൾക്കൊരു ഉദാഹരണം ഞാൻ പറയാം. വെളിപ്പാടിന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഏറ്റവും അവസാനത്തെ പുസ്തകമാണ്. എസ്കറ്റോളജിക്കൽ ബുക്കാണ്, അന്ത്യകാലത്തിന് സംബന്ധിക്കുന്ന പുസ്തകമാണ് വെളിപ്പാടിന്റെ പുസ്തകം. 11-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം ദൈവാലയത്തെ അളക്കുക എന്ന് പറയുന്നത്. ദൈവാലയത്തെ അളക്കുക എന്ന് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിലെ ആ സംഭവങ്ങൾ നടക്കുമ്പോൾ ദൈവാലയം നിലനിൽക്കുന്നു എന്ന് വളരെ വ്യക്തമാണ്. യെരുശലേം ദൈവാലയത്തിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ, അതായത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന സംഭവ പരമ്പരകൾ അരങ്ങേറണമെങ്കിൽ അത്യന്താപേക്ഷിതമായി യെരുശലേം ദൈവാലയം വേണം. അപ്പോൾ യെരുശലേം ദൈവാലയം ഇന്നില്ല. അതുകൊണ്ട് ഈ സംഭവ പരമ്പരകൾ നടപ്പിലാകുക അസാധ്യമാണ്. കാരണം അത് ഓൾറെഡി നടന്നു കഴിഞ്ഞതാണ്. AD 70 ടെമ്പിൾ ഡിസ്ട്രക്ഷനോടുകൂടെ പൂർത്തീകരിക്കപ്പെട്ട വചനങ്ങളെ ആവർത്തിച്ചിനിയും പൂർത്തീകരിക്കുമെന്ന് പറയുമ്പോൾ ഒരു ചോദ്യം വരും. ഈ സിദ്ധാന്തം അവതരിപ്പിച്ചവരുടെ മുമ്പിൽ വന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് വേർ ഇസ് ദ ടെമ്പിൾ? ഈ ടെമ്പിൾ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ പൂർത്തീകരിക്കുന്നത്? അപ്പോൾ ബുദ്ധിശാലികളായ വെള്ളക്കാർ കൊണ്ടുവന്ന സിദ്ധാന്തമാണ് തേർഡ് ടെമ്പിൾ തിയറി. അതായത് ശലോമോൻ പണിത 1-ാമത്തെ ദൈവാലയം നശിച്ചു കഴിഞ്ഞ് സെരുബാബേൽ പണിത 2-ാമത്തെ ടെമ്പിളിന്റെ കാലത്ത് ഹെറോദാവ് നവീകരിച്ച 2-ാമത്തെ ടെമ്പിൾ, അതിനെ ഹെറോദാവിന്റെ ടെമ്പിൾ എന്നൊക്കെ വിളിക്കും. യേശുക്രിസ്തുവിന്റെ കാലത്തുണ്ടായിരുന്ന സെക്കൻഡ് ടെമ്പിൾ ആണ്. ആ സെക്കൻഡ് ടെമ്പിളും തകർക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി ഒരു തേർഡ് ടെമ്പിൾ വരും. ആ തേർഡ് ടെമ്പിളിനെ ചുറ്റിപ്പറ്റിയാണ് വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനങ്ങൾ എന്ന് പ്രചരിപ്പിക്കുന്ന ഗ്രൂപ്പുകൾ. അതാണ് പ്രൊട്ടസ്റ്റന്റുകാര്, അതുപോലെ തന്നെ ബ്രദറൻ വിഭാഗത്തിൽപ്പെട്ടവര്, അത് തദ്വാര പെന്റക്കോസ്റ്റൽ വിഭാഗത്തില്, അതിൽ നിന്ന് യാക്കോബായക്കാരുടെ ഉപദേശിമാര് വ്യാപകമായിട്ട് കഴിഞ്ഞവരുടെ വരെ കത്തോലിക്കർ അങ്ങനെ പ്രസംഗിക്കുന്നില്ല. ഇപ്പൊ കത്തോലിക്ക കരിസ്മാറ്റിക്കിലൂടെ കത്തോലിക്കര് മാർത്തോമക്കാര് പൂർണ്ണമായിട്ടും നമ്മൾ യൂട്യൂബിലും മറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിഭാഗക്കാരെല്ലാം അവരുടെ പാട്ടുകളും പ്രസംഗങ്ങളും മുഴുവൻ കാന്തൻ വരാറായി, മേഘം പൊങ്ങാറായി, ഇസ്രായേലിന്റെ നാഥൻ വരുന്നു, എഴുന്നള്ളുന്നു, അതിന്റെ ലക്ഷണങ്ങളാണ് ഭൂകമ്പങ്ങളും ഈ മാരക രോഗങ്ങളും എന്നൊക്കെ പറഞ്ഞുള്ള പ്രസംഗങ്ങളും പാട്ടുകളും എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റും. ഇതൊക്കെ AD 70 സംഭവിച്ചു കഴിഞ്ഞതാണ്. അതിന്റെ കൃത്യമായ അടയാളമാണ്. അതുകൊണ്ട് ഇതൊക്കെ ഒന്നുകൂടെ സംഭവിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇനിയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരിക്കൽ നടന്നതിനെ വീണ്ടും പൊടി തട്ടിയെടുത്തിട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അവതരിപ്പിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഏറ്റവും വലിയ പ്രതിസന്ധി വേർ ഈസ് ദ ടെമ്പിൾ, വേർ ഈസ് ദ ടെമ്പിൾ. അപ്പോഴാണ് അവർ തേർഡ് ടെമ്പിൾ എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അങ്ങനെ 3-ാം ദൈവാലയം യെരുശലേമിൽ പണിയപ്പെടുമെന്നും ആ ദൈവാലയം ഇനിയും പൊളിക്കുമെന്നും, പൊളിക്കാൻ വേണ്ടി ഒരു ദൈവാലയം പണിയപ്പെടും. ഇതാണ് ഇവര് ആ ദൈവാലയം പണിതിട്ട് അവിടെ സന്തോഷമായിട്ട് ദൈവത്തെ ആരാധിക്കാനോ ദൈവത്തെ സ്തുതിക്കാനോ ഒന്നുമല്ല. ദൈവാലയം പണിയപ്പെടും എന്ന് പ്രത്യാശിക്കുന്ന, അതിനുവേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മലയാളി പെന്റക്കോസ്റ്റൽ ബ്രദറൻ മാർത്തോമ യാക്കോബായ കത്തോലിക്ക ഉപാധിപ്പെട്ട ഉപദേശിമാരും ഇത് വിശ്വസിക്കുന്ന ഫാൻസും എല്ലാം പ്രതീക്ഷിക്കുന്നേ ദൈവാലയം യെരുശലേമിൽ പണിയാൻ നോക്കിയിരിക്കുക. എന്തിനാ? പണിതിട്ട് വേണം ഒന്ന് പൊളിക്കാൻ. എന്താണ് ഇത്? ഓൾറെഡി പൊളിച്ചു കളഞ്ഞതാണ്, സംഭവിച്ചു കഴിഞ്ഞതാണ്. അതിന് ഇനി ഒരു ആവർത്തനം ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഇനിയും പണിയുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ ദൈവാലയം വേണം, അതുകൊണ്ട് ദൈവാലയം പണിയും എന്നിവർ പ്രതീക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു.
അപ്പൊ അതിനെ ഞാൻ നോക്കിക്കാണുന്നത് ആ വാക്യങ്ങളെല്ലാം കർത്താവിന്റെ കാലത്ത് നിലനിന്ന ദൈവാലയത്തെ ചുറ്റിപ്പറ്റിയാണ്. അതിന് മത്തായി ശ്ലീഹായുടെ സുവിശേഷം, ഗോസ്പൽ ഓഫ് മാത്യു 24 അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തുവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, കർത്താവ് പറയുന്നുണ്ട് ഇത് കല്ലുമേ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകും, അപ്പോൾ അത് എപ്പോൾ സംഭവിക്കുമെന്ന് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കർത്താവ് ദീർഘമായ ഒരു ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുക്കുന്നുണ്ട്, ഒരു പ്രവചനത്തിന്റെ ഒരു വലിയ ഒരു എപ്പിസോഡായിട്ട് പറയുന്നു. ഈ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 24 അധ്യായത്തിൽ യേശുക്രിസ്തു പ്രവചിച്ചിരിക്കുന്നതിനെ വിപുലീകരിച്ച് എഴുതിയിരിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം. അതിന്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പാൻഡഡ് വേർഷൻ, ഇറ്റ്സ് എ പൊയറ്റിക്കൽ, കുറെ കൂടെ കാവ്യാത്മകമായിട്ട് പ്രൊഫറ്റിക്കൽ സ്റ്റൈലിൽ എഴുതിയിരിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം. അതായത് മത്തായി സുവിശേഷം 24 അധ്യായത്തിന്റെ ഒരു വിപുലീകരിച്ച പതിപ്പാണ് വെളിപ്പാട് പുസ്തകം. ഇത് കൃത്യമായിട്ടും അന്ന് നിലവിലിരുന്ന ദൈവാലയ നാശത്തെ സംബന്ധിച്ചാണ് ചോദ്യം. ആ ദൈവാലയ നാശത്തെ സംബന്ധിച്ചാണ് യേശുക്രിസ്തു പറഞ്ഞത്. അതേ സംബന്ധിച്ചാണ് മനോഹരമായി വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം. അപ്പോ ആ കാലത്ത് ടൈമിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ ആ കാലത്തിന്റെ അവസാനം, കാലങ്ങൾ പലതുണ്ട്, ആ കാലത്തിന്റെ അവസാനം അവിടെ പൂർത്തീകരിക്കപ്പെട്ടു. ഇനി എന്താണ് സംഭവിക്കുന്നത്? ഇനി ക്രൈസ്തവരുടെ പ്രത്യാശ. അപ്പോൾ AD 325, AD 70 ദൈവാലയം തകർന്നു, യഹൂദന്മാർ ലോക ജാതികളുടെ ഇടയിൽ ചെതറപ്പെട്ടു, ന്യായപ്രമാണം ഇല്ലാതെയായി, എല്ലാം കഴിഞ്ഞു. സഭാകാലയളവിൽ AD 325 നിക്കിയായിൽ ചേർന്ന, ഇത് 1700 വാർഷികമാണ്. AD 325, ഇത് 2025ആണ്. 1700 വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് ആ പിതാക്കന്മാർ എന്ത് ചെയ്തു? വലിയൊരു പ്രത്യാശയെ പ്രഘോഷിച്ചു. ഇനിയും ക്രൈസ്തവർക്ക് പ്രത്യാശയുണ്ടോ? അതായത് പ്രത്യാശ മുഴുവൻ ദൈവാലയ നാശത്തോടെ തീർന്നു. ദൈവാലയ നാശത അനന്തരം എന്ത് പ്രത്യാശയാണുള്ളത്? അപ്പൊ ദൈവാലയ നാശാനന്തരം ഉള്ള പ്രത്യാശ, കർത്താവിന്റെ മഹത്വം പ്രത്യക്ഷപ്പെടും എന്ന് നിക്കിയ സുനോദോസിലെ വിശ്വാസ പ്രമാണത്തിൽ അവർ രേഖപ്പെടുത്തി. 5-ാം നൂറ്റാണ്ടിൽ സുറിയാനി സഭ ആ വിശ്വാസ പ്രമാണം എല്ലാ പ്രാർത്ഥനകളിലും ആരാധനകളിലും ഏറ്റുപറയാൻ തുടങ്ങി. പിന്നെയും ചില നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ കത്തോലിക്ക സഭയും വിശ്വാസ പ്രമാണം ഏറ്റുപറയാൻ തുടങ്ങി. ഇന്ന് ലോക ക്രൈസ്തവർ നല്ലൊരു പങ്കും ആ വിശ്വാസ പ്രമാണത്തെ റിസൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത് ശാശ്വതമായ ജീവനെയും മഹത്വത്തിന്റെ പ്രത്യക്ഷതയെയും നോക്കി പാർക്കുന്ന ഒരു വിശ്വാസ പ്രമാണമാണ്. അതുകൊണ്ട് മനുഷ്യവർഗം നിത്യമായി മരണത്തിൽ നിന്ന് മോചനം പ്രാപിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ക്രൈസ്തവർ വെച്ചു പുലർത്തുന്നത്. ഇന്ന് താൽക്കാലികമായി മരിക്കുകയും കബറടക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആ കബറടക്കത്തിന്റെ വേളയിൽ പോലും ശാശ്വതമായ ജീവനിലേക്ക് ഉത്ഥാനം ചെയ്യപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷ, ഒരു വലിയ പ്രത്യാശ അവിടെ പ്രഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇനിയുള്ള ഒരു എസ്കറ്റോളജി എന്ന് പറഞ്ഞാൽ. അതായത് ബൈബിളിൽ കാണുന്ന എസ്കറ്റോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വേഴ്സസ് എല്ലാം തന്നെ ഫുൾഫിൽ ആയി പോയിട്ടുള്ളതാണ്. ഇനിയും സംഭവിക്കാൻ ഉള്ളത് നമുക്ക് മഹത്വത്തിന്റെ പ്രത്യക്ഷതയാണ്. ഭൂമിയിൽ മുഴുവൻ കർത്താവിന്റെ സ്നേഹവും കർത്താവിന്റെ ജ്ഞാനവും നിറഞ്ഞ് വരും. മനുഷ്യർക്ക് മനുഷ്യരെ ഉൾക്കൊള്ളാൻ പറ്റും. ഇന്ന് നമുക്ക് മനുഷ്യർക്ക് മനുഷ്യരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റും? 35 വർഷം ഒരുമിച്ച് താമസിച്ച ഭാര്യയും ഭർത്താവും ഡിവോഴ്സിന് പോവുകയാണ്. 35 വർഷം അവർ ഒരുമിച്ച് താമസിച്ചിട്ടും അവർ തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടായി, മക്കൾ ജനിച്ചു, മക്കൾ വളർന്നു. ഇതൊന്നിനും ആ രണ്ട് വ്യക്തികളെ ഒരുമിപ്പിക്കാൻ, ഒന്നിപ്പിക്കുവാൻ, ഐക്യപ്പെടുത്തുവാൻ സാധിച്ചില്ല, പര്യാപ്തമല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് മനുഷ്യവർഗം ഒന്നായിത്തീരുന്നത്? മനുഷ്യവർഗം സ്വാർത്ഥതയെ വെടിഞ്ഞ് പരസ്നേഹത്തിൽ വളർന്ന് മനുഷ്യവർഗം ഒന്നായിത്തീരുന്ന ഒരു വലിയ ഗ്ലോറിയുടെ ഫ്യൂച്ചറിനെയാണ് ക്രിസ്തീയ ദൈവശാസ്ത്രം പ്രഖ്യാപിക്കുന്നത്. അതിനുവേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതും സഭ ഫങ്ഷൻ ചെയ്യേണ്ടതും എന്നാണ് തത്വം. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ സഭകൾ പോലും പരസ്പരം വിഭജിക്കുകയും കലഹിക്കുകയും ഭിന്നിക്കുകയും തമ്മിൽ തല്ലുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആസ് എ ക്രിസ്ത്യൻ ദൈവശാസ്ത്രം വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മനുഷ്യവർഗത്തിന്റെ മഹത്വീകരണം, ദൈവത്തിന്റെ സ്നേഹം ഭൂമിയിൽ പൂർണ്ണ അളവിൽ വെളിപ്പെടുന്നതിലൂടെ സംഭവിക്കും. ആ ദിവസത്തിന് വേണ്ടി
വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് ഗ്ലോറിയസ് ഡേ എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ അത് തന്നെയാണ് പ്രസംഗിക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞ ഇടിവെട്ടും നാശവും വെള്ളപ്പൊക്കവും എല്ലാം കൂടെ വരുമെന്നും അങ്ങനെ കർത്താവ് പെട്ടെന്ന് ഇങ്ങനെ മിന്നൽ പോലെ വന്ന് ചില കാര്യങ്ങൾ ചെയ്ത് കുറച്ച് ആളുകളെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകും എന്നുമൊക്കെയുള്ള പരമ അബദ്ധമാണ്. ബൈബിൾ അത്തരത്തിലുള്ള യാതൊരു സപ്പോർട്ടും ചെയ്യുന്ന കാര്യങ്ങളല്ല. അത് ബൈബിളിൽ പല സ്ഥലങ്ങളിൽ പ്രവചനങ്ങളായിട്ട് പല സംഭവങ്ങളെ പറ്റിയുണ്ട്. അത് കൃത്യമായ ഒരു ബൈബിൾ പഠനം, അതായത് ടെക്സ്റ്റ്, പ്രീ ടെക്സ്റ്റ്, കോണ്ടെക്സ്റ്റ്, ഓഡിയൻസ്, റെലവൻസ്, ഇങ്ങനെ 4 മാനദണ്ഡങ്ങളിൽ, അതായത് ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ അതിന്റെ പ്രീ ടെക്സ്റ്റ് വായിക്കുക, അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക, അതിന്റെ ഓഡിയൻസ് റെലവൻസ്, ഇത് ആർക്ക് എപ്പോൾ എന്തിന് എവിടെ വെച്ച് എഴുതി എന്നത് പരിഗണിച്ച് അതെന്താണ് അതിന്റെ ഓഡിയൻസ് റെലവൻസ്, ഇന്ന് നമ്മൾക്ക് അത് റെലവന്റ് ആണോ എന്ന്. നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുക, അവിടെ കെട്ടിയിരിക്കുന്ന കഴുതയെ അഴിച്ചുകൊണ്ട് വരിക എന്ന് യേശു പറഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ നേരെ റോഡിന്റെ ഓപ്പോസിറ്റ് പാർക്ക് ചെയ്തിരിക്കുന്ന ബൈക്ക് എടുത്തുകൊണ്ട് പോകാം എന്ന് ചിന്തിച്ചാൽ അത് തെറ്റായ ഓഡിയൻസ് റെലവൻസ് ആണ്. അത് അന്ന് ആ ശിഷ്യന്മാരുടെ ആ പർട്ടിക്കുലർ കഴുത അഴിക്കാനാണ് പറഞ്ഞത്. അത് കേട്ടോടെ നീ അയലക്കാരന്റെ വീട്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാർ എടുത്തോണ്ട് പോകാനോ ബൈക്ക് എടുത്തോണ്ട് പോകാനോ അത്തരത്തിലുള്ള ബൈബിൾ വ്യാഖ്യാനം നടത്തുന്നവരുണ്ട്. അതല്ല. അപ്പൊ അതുകൊണ്ട് ഓഡിയൻസ് റെലവൻസ് അറിഞ്ഞിരിക്കണം. അങ്ങനെ കൃത്യമായ രൂപത്തിൽ ബൈബിൾ പഠിക്കുമ്പോൾ ഇതെല്ലാം പരമ അബദ്ധമാണ് എന്ന് മനസ്സിലാകും. നമ്മൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വളരുക, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വ്യാപരിക്കുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യൻ പ്രഘോഷകർ നടത്തേണ്ടത്. ദൗർഭാഗ്യവശാൽ വളരെ വിരളമായിട്ട് ദുർലഭമായിട്ടാണ് അത്തരത്തിലുള്ള പ്രസംഗം ഞാൻ കേൾക്കാറേയില്ല. അങ്ങനെ ആ സത്യസുവിശേഷം ആരും തന്നെ പ്രസംഗിക്കാറില്ല. മറിച്ച് നാശകരമായ മതഭേദങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്, ഭിന്നതയുണ്ടാക്കുന്നതാണ്. ഈ റിലീജിയസ് പ്രീച്ചിങ് ആളുകളിൽ ഡിവിഷൻ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഒരിക്കലും ഡിവിഷൻസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇത്തരത്തിലുള്ള ഡോക്ട്രിൻസ് കൊണ്ടുവരുന്നത് കൊണ്ടാണ്. ഇത്തരത്തിലുള്ള ഡോക്ട്രിൻസ് കൊണ്ടുവന്ന് ആളുകളെ ഡിവൈഡ് ചെയ്യിക്കുക, ഭിന്നിപ്പിക്കുക, തമ്മിലടിപ്പിക്കുക. ക്രിസ്തു വന്നത് യുണൈറ്റ് ചെയ്യിക്കുവാനും സ്നേഹത്തിൽ ഒന്നാക്കുവാനുമാണ്. അപ്പൊ ക്രിസ്തുവിന്റെ പ്രസംഗമോ ക്രിസ്തുവിന്റെ ഉപദേശമോ അല്ല ഇന്നത്തെ സഭകൾ പറയുന്നത്, ഇന്നത്തെ സുവിശേഷകർ പറയുന്നത് എന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായം. ഇതാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.